അത് മുസ്ലിമുകളോടാണ്. എത്രയായാലും കണ്ണു തുറക്കാത്ത കുറെ മതേതര മുസ്ലിമുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ഒരു കാര്യം ഇന്ത്യയിലെ മുസ്ലിമുകൾ ദയവ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എത്രമാത്രം ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് ഇന്ത്യയിലെ സംഘപരിവാർ, ഞാൻ സംഘിയല്ല എന്ന് പറയുന്ന മതേതരന്മാർ വരെ പറയും. സംഘപരിവാറിന്റെ എച്ചിൽ വാങ്ങി തിന്നിട്ട് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന മതേതര വേഷം കെട്ടിയ കുറെ ചെന്നായ്ക്കളുണ്ട്, ഈ ജയശങ്കറിനെ പോലെ. അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് മുസ്ലിം പേരുള്ളത് കൊണ്ട് മാത്രം അവർ രാജ്യദ്രോഹികൾ, ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടവരും വെറുക്കപ്പെടേണ്ടവരുമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുസമൂഹം ഈ രാജ്യത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇന്ത്യയിൽ നിങ്ങൾ വെറുതെ മതേതര വേഷം കെട്ടി നിങ്ങൾ വെറുതെ നിങ്ങളുടെ ആയുസ് പാഴാക്കി സ്വയം ആത്മഹത്യ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിമുകൾക്ക് മതേതരന്മാരാവാനുള്ള കഠിന ശ്രമം അവർ ഒരിക്കലും അവസാനിപ്പിക്കില്ല. എന്തിനാ നമ്മൾ അധികം പറയുന്നത്? ഈ ജയശങ്കരൻ വക്കീൽ തന്നെ മുസ്ലിമുകളെ വംശഹത്യ ചെയ്യാനുള്ള ബയോളജിക്കൽ വെപ്പണായിട്ട് മാറിയിരിക്കുന്ന ഈ ജയശങ്കരൻ വക്കീലിനെ തന്നെ ഈ പറയുന്ന നബിദിന റാലിക്കും മതസൗഹാർദ്ദ റാലിക്കും ഒക്കെ വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ശാപ്പാട് കൊടുത്ത് പറഞ്ഞു വിടും. കഴിഞ്ഞ ദിവസം ഗോവ ഗവർണറായ നമ്മുടെ ശ്രീധരൻ പിള്ള, നല്ല ഒന്നാന്തരം കുറുക്കൻ, അയാളുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ അറിയാം അയാൾ കുറുക്കനാണെന്ന്. ഇയാളെ വിളിച്ച്, ഇയാൾ ഇല്ലാത്ത മുസ്ലിം പരിപാടികളില്ല, എല്ലാ പരിപാടികളും ശ്രീധരൻ പിള്ള സാറിനെ വിളിച്ച് ആദരിക്കുകയാണ് ഇവരുടെ ഹോബി. എന്തിനാ? മതേതരന്മാരാണല്ലോ പേര് കിട്ടാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ ഒരു ദ്രോഹം ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് ഞാൻ. മുസ്ലിം ലീഗിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗാണ് ഈ മുസ്ലിമുകളെ ഇങ്ങനെ ഈ നട്ടലില്ലാത്തവന്മാരാക്കി മാറ്റിയതിന്റെ ഒരു വലിയൊരു പ്രധാന കാരണം എന്ന് ഞാൻ പറയും. മുസ്ലിം ലീഗുകാർക്കാണ് ഈ പറയുന്ന മതേതര നാടകങ്ങളോട് താല്പര്യം. അപ്പൊ ഈ മുസ്ലിം ലീഗിനെ പറ്റിക്കാനായിട്ട് ഈ സംഘപരിവാറിന് നമ്മുടെ ജയശങ്കറിനെ പോലെയുള്ളവരും പിന്നെ ഒറിജിനൽ സംഘികളാണെന്ന് പറഞ്ഞു വരുന്ന ടി ജി മോഹൻദാസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മുസ്ലിം ലീഗിനെ പൊക്കിയടിക്കുന്ന കണ്ടിട്ടില്ല. മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ മലപ്പുറം ഇസ്ലാമിക ജിഹാദികളായും കൊണ്ട് നിറഞ്ഞനെ കേരളത്തിന്റെ മതേതരത്വം നിലനിർത്തുന്ന മുസ്ലിം ലീഗ് ആണെന്നൊക്കെ കയറി അടിക്കും. പറയുന്നതിന്റെ വേറൊരു അർത്ഥം എന്താ? മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ മലപ്പുറത്തെ ആളുകൾ, കാക്കാമാരെല്ലാം തനി സ്വഭാവം കാണിച്ച് അവിടുത്തെ ഹിന്ദുക്കളെ അടിച്ച് പുറത്താക്കിയേനെ. കാരണം മുസ്ലിമുകൾ ബേസിക്കലി മുസ്ലിമുകൾ തീവ്രവാദികളാണ്. മുസ്ലിം ലീഗ് ഇവരെ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തീവ്രവാദത്തിനെ ഇങ്ങനെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കാതെ പൊട്ടമാരായിട്ടുള്ള മുസ്ലിം ലീഗുകാർ അത് ആഘോഷിക്കും. കണ്ടോ, ഞങ്ങൾ മതേതരന്മാരാണെന്ന് ടി ജി മോഹൻദാസ് പറഞ്ഞു, ജയശങ്കർ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ ഇവരെ കുറിച്ച് നമ്മൾ പറയുക? ശരിക്കും മുസ്ലിമുകളെ ആക്ഷേപിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇല്ലായിരുന്നു മലപ്പുറത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ മുസ്ലിമുകളൊക്കെ ഹിന്ദുക്കളെ വെറുക്കുന്നവരും ഇസ്ലാമിക തീവ്രവാദികളും ആണെന്ന് പറയുന്നതിന് തുല്യമല്ലേ? അതുപോലെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഈ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് എനിക്ക് നിരാശയും ദുഃഖവും തോന്നുന്നത്. അപ്പൊ പറ്റുന്നത് എന്താ? എന്ത് പ്രശ്നമുണ്ടായി? ബാബറി മസ്ജിദ് തകർത്ത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിമുകളെ ഇന്ത്യയിൽ ദിവസവും കൊല്ലാക്കൊല ചെയ്ത് വംശഹത്യ ചെയ്ത് ബുൾഡോസർ ഉപയോഗിച്ചും ഈ ഗോസംരക്ഷണ ഭ്രാന്തന്മാര് വന്നിട്ടും എല്ലാം മുസ്ലിമുകളുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് വന്ന് അവരെ വംശഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ മുസ്ലിം ലീഗിന് കാമാന്നൊരു അക്ഷരം ഉണ്ടാകാൻ പറ്റില്ല. കാരണം എന്താ? അവരെ മതേതരത്വം എന്ന് പറയുന്ന ചങ്ങലയിലിട്ട് വരിഞ്ഞു കെട്ടിയിരിക്കുക. അവർ മിണ്ടിപ്പോയി കഴിഞ്ഞാൽ മതേതര പട്ടം അവർക്ക് നഷ്ടപ്പെടും. അപ്പം മുസ്ലിം ലീഗ് മതേതര പട്ടം നിലനിർത്താൻ വേണ്ടി മിണ്ടാതിരിക്കും. അതിനുവേണ്ടി ഹിന്ദുത്വ ഇന്ത്യ, മതേതരന്മാരും സംഘികളും കൂടെ ചേർന്ന് ഹിന്ദുത്വ ഇന്ത്യ ഈ മുസ്ലിം ലീഗിന്റെ കാലുകളിൽ വച്ചിരിക്കുന്ന വിലങ്ങാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിമുകൾ തീരുമാനിക്കേണ്ടത് എന്താണെന്നറിയാവോ? ബാക്കിയുള്ളവർക്ക് എത്രമാത്രം മതേതരത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ അത്രമാത്രം ഇവിടെ മുസ്ലിമിനും കമ്മിറ്റ്മെന്റ് ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ആ തീരുമാനം അങ്ങ് എടുത്താൽ മതി. പക്ഷെ അത് എടുക്കില്ല. അതിന് ഈ വാഴപ്പിണ്ടി നയമൊക്കെ മാറ്റി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവർക്ക് എത്രമാത്രം മതേതരത്വത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഞങ്ങൾക്കും അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള മതേതരത്വം മതി ഞങ്ങൾക്കെന്ന് മുസ്ലിമുകളും തീരുമാനമെടുക്കുക, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ തീരുമാനം എടുക്കുക. സംഘികൾ വഴിക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനിയെങ്കിലും ഈ യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന മതേതര ചങ്ങല പൊട്ടിച്ച് മുസ്ലിമുകൾ പുറത്തു വന്നില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ അവസാനം ഈ ടി ജി മോഹൻദാസിനെ പോലെ ശശികലയെ പോലെയുള്ള തീവ്ര സംഘികളുടെ കൈകൊണ്ടായിരിക്കില്ല. ഈ ജയശങ്കറിനെ പോലെയുള്ള ആട്ടുംതോലിട്ട ചെന്നായ്ക്കളുണ്ടല്ലോ, ഈ വ്യാജ മതേതരന്മാര്, അവരുടെ കൈകൊണ്ടായിരിക്കും ഇന്ത്യയിലെ മുസ്ലിമുകളുടെ അവസാനം എന്ന് വളരെ വേദനയോടുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്, ഇത്രയും ബ്ലണ്ട് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു രീതിയിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാനൊന്നും എനിക്ക് മനസ്സില്ല. വേണമെങ്കിൽ മതി. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും നാണം ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ ഒരു ഹിന്ദുവായി എനിക്ക് ഇങ്ങനെ നിലവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനിയും മാനാഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് ഒന്നുകിൽ മനുഷ്യനായി ജീവിക്കാം, അല്ലെങ്കിൽ മതേതരനായിട്ട് ആത്മഹത്യ ചെയ്യാം. എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. താങ്ക് യു.